സർ വി ഡി സതീഷിന്റെ അവകാശവാദം 100 സീറ്റുകളാണല്ലോ. അത് അദ്ദേഹം പണം പിരിക്കാൻ മുന്നിൽ കണ്ടുകൊണ്ടാണോ യഥാർത്ഥത്തിൽ? അത്തരത്തിലുള്ളൊരു വാദം ഇന്നലെ മുന്നോട്ട് വെച്ചത് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ആൻഡ് ഓഗസ്റ്റിനാണ്. ആൻഡ് ഓഗസ്റ്റിന് ആ വാദം മുന്നോട്ട് വെച്ചു. മീറ്റ് ദ എഡിറ്റേഴ്സിൽ ധൈര്യമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ രാത്രി അതിനു മുമ്പ് തന്നെ പലരും വിളിച്ചൊക്കെ പേഴ്സണലി സംസാരിക്കുമ്പോൾ ഇതൊരു തന്ത്രമാണ് എന്നുള്ളത് വിചാരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഒരു സർവേകൾ പോലും കൃത്യമായിട്ട് 100 സീറ്റ് എന്ന് പറയുന്ന ഒരു പ്രവചനം നടത്തിയിട്ടില്ല. നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. സർവേകൾ പലതും തെറ്റിയിട്ടില്ലേ? അല്ല, സർവേകൾ പലതും തെറ്റിയിട്ടുണ്ട്, അത് ശരി തന്നെ. പക്ഷേ ചാണ്ടി ഉമ്മൻ പറയുന്നത് 80 സീറ്റ് ലഭിക്കുമെന്നാണ്. അത് കഴിഞ്ഞിട്ട് ചാണ്ടി ഉമ്മൻ ചോദിച്ചപ്പോൾ 75 സീറ്റ് ഞങ്ങൾ എന്തായാലും ഭരണത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലുള്ള ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ 100 സീറ്റിനപ്പുറം പോകുന്നു? എനിക്കറിയില്ല. എൻ്റെ ഒരു തരംഗമുണ്ടായതായിട്ട് ഈ പറയുന്ന 10-42,000 പേരുടെ സർവേ നടത്തിയിട്ടോ, ഇനി മറുനാടൻ്റെ മാട്രിക്സ് മുതൽ മറുനാടൻ വരെയുള്ള ഒരു സർവേ എടുത്തിട്ട് മറുനാടന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറുനാടൻ പോലും അദ്ദേഹം പറയുന്ന ഒരു 10-15 സീറ്റുകളിൽ തരംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും വ്യത്യാസം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതിന്റെ പിന്നിലുള്ള ഒറ്റ കാര്യമുള്ളൂ. ഈ പറയുന്ന ഇപ്പൊ തെരഞ്ഞെടുപ്പ് തുടങ്ങി ആദ്യത്തെ തവണ ഒന്ന് ഇത് പറഞ്ഞു, പിന്നെ പുള്ളി ഇത് മിണ്ടുന്നുണ്ടായില്ല. പിന്നെ പുള്ളി തിളക്കമാർന്ന വിജയം എന്നുള്ളതും കൂടി വിട്ടു. പിന്നെ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് വിജയം കിട്ടുമെന്നുള്ളതാണ്. ആദ്യം പറഞ്ഞത് തിളക്കമാർന്ന വിജയം കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നതാണ്. പക്ഷെ വനവാസത്തിന് പുള്ളി പോകുമെന്നുള്ള കാര്യം പിന്നീട് ചോദിക്കുമ്പോൾ പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. പുള്ളി പറഞ്ഞത് വിജയം കിട്ടും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു 100 സീറ്റ് ഉറപ്പാണെന്ന് പറഞ്ഞു. അതാ പറഞ്ഞു. അതിന്റെ പിന്നിൽ ആൻഡോ ഉദ്ദേശിച്ച കാര്യം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 24-25 ദിവസമുണ്ട്. ഈ 25 ദിവസത്തിനകം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ഒരുപാട് കടമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വൻതോതിൽ ഞങ്ങൾക്ക് ഫണ്ട് നൽകണമെന്ന് പലരോടും പറഞ്ഞ് പണം പിരിക്കാനുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ ആളുകളും പണം കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഇവർ ഇത്തരത്തിലുള്ളൊരു നരേറ്റീവ് ബിൽഡ് ചെയ്ത് ഞങ്ങളാണ് അതെടുത്ത് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അടുത്ത മുഖ്യമന്ത്രിക്കോ അടുത്ത ആഭ്യന്തരമന്ത്രിക്കോ അടുത്ത വ്യവസായ വകുപ്പ് മന്ത്രിക്കോ ഒക്കെ പണം കൊടുക്കാൻ ആളുകൾ തയ്യാറാവും. പക്ഷെ അതൊരു തൽക്കാലത്തേക്കുള്ളൊരു നരേറ്റീവ് മാത്രമേ. ആ തൽക്കാലത്തേക്കുള്ള നരേറ്റീവിലെ നടക്കുകയുള്ളൂ. അല്ല, അതായത് മെയ് 4 കഴിഞ്ഞിട്ട് പിന്നെ ഈ നരേറ്റീവിലൊന്നും അടിസ്ഥാനമില്ലല്ലോ. തൽക്കാലത്തേക്ക് ഇപ്പോൾ 1 മാസം ഗ്യാപ്പ് ഉണ്ട്. ആ 1 മാസത്തേക്ക് അത് ചെയ്യുന്നതാണ്. കാരണം ഇന്നലെ ആൻഡോയുടെ കൃത്യമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിനു മുമ്പേ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ഒന്ന് പുറത്തു പറയണ ശരിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയാതിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കണക്കുകളും എടുക്കാതെ ഈ 9-ാം തീയതി 8-ാം തീയതി രാത്രി വരെ ഇല്ലാത്തൊരു അവകാശവാദം ഇവർക്ക് എങ്ങനെ വന്നു? ഒന്നാമത്തെ കാര്യം, കണക്കുകളിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്നലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മറ്റേ പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നലാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാം, പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം SIRന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. 7 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ നഷ്ടപ്പെട്ടപ്പോൾ, ആ 7 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ നഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വർക്കലയിൽ 1,87,948 വോട്ടുകളാണ് 2021 ആകെ ഉള്ളത്. അതിൽ പോൾ ചെയ്തത് 1,35,229 ആണ്. പക്ഷെ ആ പോളിംഗ് പെർസെൻറ്റേജ് എത്ര 71.95 ഞാൻ 2 ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇത്തവണ അവിടെയുള്ള ടോട്ടൽ ഇലക്ടേഴ്സ് എന്ന് പറയുന്നത് 1,83,000 ആണ്. എന്ന് പറഞ്ഞാൽ 4,000 അപ്പം തന്നെ കുറഞ്ഞു. പക്ഷേ വോട്ട് ചെയ്തവരുടെ നമ്പർ സെയിം ആണ്. അതായത് 1,35,554 ആണ്. കേവലം 320 പേരെ കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളൂ. അല്ല, പറയട്ടെ. പോളിംഗ് ശതമാനം പക്ഷേ 71.95 നിന്ന് 73.96 കൂടി. എന്ന് പറഞ്ഞാൽ പോളിംഗ് ശതമാനം മാത്രം 2% എന്ത് ചെയ്തു? കൂടി. ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ട് 2% കൂടി എന്ന് പറഞ്ഞാൽ താങ്കൾ അറിയേണ്ടത് വെറും 320 വോട്ടേ കൂടിയിട്ടുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ താങ്കൾക്ക്? കണക്ക്. ഇനി അടുത്തൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത് SIRൽ ഒരുപാട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടല്ലോ. ടോട്ടൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു. 4,000 വോട്ടുകൾ കുറയുമ്പോൾ ഉറപ്പായിട്ടും പഴയ വോട്ട് ചെയ്താൽ തന്നെ എന്ത് കൂടും? പെർസെൻറ്റേജ് കൂടും. ഈ പെർസെൻറ്റേജ് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാരണം വെച്ചാൽ ആ അന്ന് വോട്ട് ചെയ്ത് അത്രയും ആളുകൾ തന്നെ എന്ത് ചെയ്തു? SIRൽ നിന്നുകൊണ്ട് അവർ ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ആ വോട്ടുകളും പോൾ ചെയ്യപ്പെടുമല്ലോ. അതിന് സംശയമില്ലല്ലോ. അതെങ്ങനെ പോൾ ചെയ്യപ്പെടണം? അവർ മരിച്ചവരും അതുപോലെ ഈ പറഞ്ഞ പോലെ. അല്ല, അത് ഒരുപക്ഷെ രേഖകൾ സമർപ്പിക്കാൻ പറ്റാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടായല്ലോ. അല്ല, അത് നമുക്കറിയില്ലല്ലോ. നമ്മുടെ വാദം എന്താണ്? നമ്മുടെ വാദം അതൊന്നുമല്ലല്ലോ. അവർ വോട്ട് ചെയ്യോ മരിച്ചവരോ വോട്ട് ചെയ്യോ എന്നുള്ളതൊന്നുമല്ല. നമ്മുടെ വാദം എന്ന് പറയുന്നത് പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നു എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ വോട്ടിംഗ് ടേൺ ഔട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം വർക്കലയിലെ മാത്രമാണ് ഞാൻ വായിച്ചത്. വർക്കലയിലെ ശരിക്കും പറഞ്ഞാൽ 320 പേരാണ് കൂടുതൽ വോട്ട് ചെയ്തത്. ഇനി അടുത്തൊരു കാര്യം വായിക്കാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ട്രിവാൻഡ്രം സെൻട്രൽ, അതായത് നമ്മുടെ CP ജോണൊക്കെ മത്സരിക്കുന്ന സ്ഥലം. ആ ട്രിവാൻഡ്രം സെൻട്രലിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് എന്ന് പറയുന്നത് 1,28,236 പേരാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയെന്ന് വെച്ചാൽ 62.99 ആണ്. ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ്, 62.99 ആണ്. പക്ഷേ ഇന്നത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാമോ? 74.89 ആണ്.
ഓക്കെ, എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 12-15% എന്ത് ചെയ്തു, വോട്ട് പെർസെൻറ്റേജ് കൂടി. പക്ഷെ വോട്ട് ചെയ്തവരുടെ നമ്പർ എത്രയാണെന്നറിയോ? അതാണ് ഏറ്റവും വലിയ കോമഡി. വോട്ട് ചെയ്തവർ യഥാർത്ഥത്തിൽ 1,18,734 ഇതിൽ ചെറിയ വ്യത്യാസമൊക്കെ വരാം, കാരണം 3 ലക്ഷത്തോളം വോട്ടിന് കൂട്ടാട്ട്. പക്ഷെ 1,18,734 അതേസമയം കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് 1,28,000 എന്ന് പറഞ്ഞാൽ 10,000 വോട്ടുകൾ ട്രിവാൻഡ്രം സെൻട്രലിൽ കുറഞ്ഞു. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി. എങ്ങനെ കൂടി? കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായിരുന്നത് 2,03,000 വോട്ടുകളാണെങ്കിൽ ഇത്തവണ അവിടെ ഉള്ളത് 1,58,000 വോട്ടുകളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു 40-45,000 വോട്ടുകൾ കുറഞ്ഞു. പക്ഷെ ആളുകൾ വോട്ട് ചെയ്തേക്കുന്നത് സത്യത്തിൽ എത്ര പേരാണ്? 10,000 കുറവാണ്. ഈ 10,000 കൂടി. അത് കണക്കിൽ അങ്ങനെ സംഭവിക്കുമല്ലോ. നാളെ സ്വാഭാവികമായിട്ട് ഈ കുറഞ്ഞ ആളുകൾ എന്ന് പറയുന്നത് മരണപ്പെട്ടവരായിരിക്കും. ഇത്രയും എനിക്ക് തോന്നുന്നില്ല. മരണപ്പെട്ടവരുടെ വോട്ടുകൾ മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. അതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ പോയിന്റ് എന്താണ്? അല്ല, അവർക്കും സ്വാഭാവികമായിട്ട് അവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വ്യഗ്രത ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. പക്ഷെ രേഖകൾ സമർപ്പിക്കാൻ അല്ല മരിച്ച് ഇത്രയും പേര് മരിച്ചതാന്ന് കരുതാൻ പറ്റും. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ പോയിന്റ് അതല്ല. നമ്മുടെ പോയിന്റ് എന്താണെന്ന് താങ്കൾ ആദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ പോയിന്റ് ഈ പോളിംഗ് പെർസെന്റേജ് കൂടി എന്ന് പറയുന്ന 80%, 81% കൂടി എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാം വലിയ അവകാശവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കൂടണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു 10, 15, 20 ലക്ഷം വോട്ടുകൾ എന്ത് ചെയ്യണം? കൂടണം. അത്തരത്തിലുള്ള കൂടൽ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ പോയിന്റ്. അതായത് പെർസെന്റേജ് കൂടിയത് എങ്ങനെയാ? നിങ്ങളുടെ ടോട്ടൽ വോട്ടിങ്ങിന്റെ കാര്യം കുറച്ചപ്പോൾ, അതായത് ടോട്ടൽ ഇലക്ടേഴ്സിന്റെ നമ്പർ 40,000, 45,000 കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് പഴയത്ര ആളുകൾ തന്നെ വോട്ട് ചെയ്താലും ഇനി അതിൽ നിന്ന് 10,000 പേർ കുറച്ച് വോട്ട് ചെയ്താലും നമുക്ക് വോട്ടിംഗ് പെർസെന്റേജ് കൂടും. അപ്പൊ പെർസെന്റേജ് വെച്ചുകൊണ്ട് നാളെ രാവിലെ കുളിച്ച് റെഡിയായി ചന്ദനക്കുറി തൊട്ട് വന്നിരുന്ന് ടിവിയിൽ വന്നിരുന്നിട്ട് പെർസെന്റേജ് കൂടി വലിയ തരംഗമാണെന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമുള്ളതെന്ന് ചോദിക്കണം. ട്രിവാൻഡ്രം സെൻട്രൽ ഇപ്പൊ 10,000 കുറവാണ്. ഇനിയിപ്പോ ഫൈനൽ കണക്ക് വരുമ്പോൾ പോലും ഞാൻ വിചാരിക്കുന്നത് 8,000 അല്ലെങ്കിൽ 7,000 വോട്ട് കുറവായിരിക്കും. പക്ഷെ അപ്പോഴും പോളിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണത്തേക്കാൾ 12% കൂടുതലായിരിക്കും. അതുകൊണ്ട് SIR ശേഷമുള്ള പട്ടിക വെച്ചുകൊണ്ട് ഈ പോളിംഗ് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാദം സാധ്യമല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയാം. ശരിക്കും പറഞ്ഞാൽ ബേപ്പൂർ 4% വോട്ടുകൾ കൂടിയിട്ടുള്ളൂ. പക്ഷെ അവിടെ കൂടിയ വോട്ടുകളുടെ നമ്പർ 18,000-ലധികം വോട്ടുകൾ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഒരിക്കലും കേരളം മൊത്തം ഒരു തരംഗമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ടും ഇത് മനസ്സിലാക്കാതെ UDF എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ തരംഗമുണ്ടായിട്ട് ഇതുവരെയുള്ള കണക്കുകളിലില്ല. ഇനിയിപ്പോൾ ഫൈനൽ കണക്ക് ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ പുറത്തു വിട്ടിട്ടില്ല, വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എക്സിസ്റ്റിംഗ് വോട്ടേഴ്സിൽ തന്നെ നല്ലൊരു വിഭാഗം ഈ പറയുന്ന ഭരണത്തിനെതിരെ വോട്ട് ചെയ്തു എന്ന് നമുക്ക് എഴുതാനാവില്ലേ? ഈ വോട്ട് ചെയ്ത വിഭാഗത്തിൽ തന്നെ. അല്ല, അങ്ങനെ നിങ്ങൾക്കൊരു വാദമുണ്ടെങ്കിൽ അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? പോയിന്റ് നിങ്ങൾ പോളിംഗ് പെർസെൻറ്റേജ് വലിയ തോതിൽ ഉയർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാദം ഉന്നയിക്കരുതെന്നാണ്. മനസ്സിലായോ? ജനങ്ങൾ ചിലപ്പോ ഒക്കെ 2 ലക്ഷം, കാരണം കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഭരണത്തോടുള്ള ഒരു വിരുദ്ധ വികാരം പ്രകടിപ്പിക്കേണ്ടത് വലിയ തോതിൽ അങ്ങോട്ട് വോട്ട് ചെയ്തുകൊണ്ടും ആകണമെന്നും ഇല്ലല്ലോ. അങ്ങനെ ആകണമെന്നും ഇല്ല സ്വാഭാവികമായിട്ടും. ഇപ്പൊ നമുക്കറിയാം, ഞാൻ പറയുന്ന അർജുൻ, അങ്ങനെ ഒരു വാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു വാദമല്ല മാധ്യമങ്ങളും പ്രതിപക്ഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, പ്രതിപക്ഷം പറയാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത അത്രയും പേര് തന്നെ വോട്ട് ചെയ്തിട്ടുള്ളൂ, പോളിംഗ് പെർസെൻറ്റേജ് ഒന്നും കൂടിയിട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ LDF ചെയ്ത എല്ലാവരും തന്നെ ഞങ്ങൾക്ക് മാറ്റി ചെയ്യും എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് വാദമില്ല. കാരണം അത് നാലാമത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളിൽ മഹാഭൂരിപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, പോളിംഗ് പെർസെൻറ്റേജ് കൂടി, വലിയ തിരക്കായിരുന്നു, ഉച്ചക്ക് മുമ്പ് തന്നെ 50% ഉണ്ടായി, ഇത് അഡ്വാൻറ്റേജ് ആണെന്നാണ് ഇവരൊരു ഫേക്ക് ആയിട്ടുള്ള നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ്, ആ ഒന്നാമത്തെ കാര്യം ആ നരേറ്റീവ് ഫേക്കാണ്. കാരണം അതിൻ്റെ അടിസ്ഥാനം തെറ്റാണ്. നാളെ ചിലപ്പോൾ UDF അധികാരത്തിൽ വരാതിരിക്കുക, അതൊക്കെ വേറെ കാര്യം. പക്ഷെ പോളിംഗ് പെർസെൻറ്റേജ് അത്രത്തോളം ഉയർന്നിട്ടില്ല. രണ്ടാമത്തത്, അങ്ങനെ അത് അറിഞ്ഞിട്ട് പോലും എന്തിനാണ് UDF ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന പോലെ കൃത്യമായി എനിക്ക് നേരത്തെ തന്നെ തോന്നിയൊരു കാര്യമാണ്. പക്ഷേ CPM ഹാൻഡിലുകൾ ഇതിനെ പ്രതിരോധിക്കുന്നില്ല. പക്ഷേ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിരോധിക്കേണ്ടതല്ലേ? അത് പ്രതിരോധിക്കുന്നില്ല. പക്ഷേ ആരും തന്നെ അല്ല, നമ്മുടെ പോയിന്റ് അതല്ലല്ലോ. CPM അല്ല, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് പൊള്ളയാണെന്ന് പറയാനായിട്ട് ഇനിയിപ്പോ പ്രതിരോധിച്ചാലൊന്നും ഇല്ലെങ്കിൽ എന്താ, ഇത് 25 ദിവസത്തേക്കല്ലേ. ഇനിയിപ്പോ എന്തായാലും വേറെ വോട്ടെടുപ്പൊന്നും നടക്കാൻ പോണില്ലല്ലോ. ഒന്നാമത്തെ കാര്യം അർജുൻ, ഇത് പൊള്ളയായിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ആരും പഠിക്കുന്നില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ ഈ തൃശ്ശൂരിൽ 1,46,000 വോട്ടുകൾ കൂടിയതിനെ കുറിച്ച് ഞാൻ 3 മാസം കഴിഞ്ഞ് ഞാൻ കണക്കെടുത്ത് പറയുമ്പോഴാണ് കേരളത്തിലെ ഒരുപാട് പേര് അറിയുന്നത്.
മനസ്സിലായി? ഇതൊന്നും ആരും പഠിക്കണില്ല. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പോയിന്റ് നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഏതാണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ആളുകൾക്ക് മനസ്സിലായിട്ട് പോലും എന്തുകൊണ്ടാണ് അവർ നെറേറ്റീവ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. അത് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞാൽ കറക്റ്റാണ്. കാരണം ആൻഡോ അഗസ്റ്റിൻ ഇന്നലെ സ്മൃതി പരുത്തിക്കാടിനോട് ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഉന്നയിക്കരുത് എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ ആൻഡോ അഗസ്റ്റിൻ വളരെ വാശിയോടുകൂടി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്മൃതി മാഡത്തിന് തെളിവ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കാര്യം എന്ന് പറയുന്നത് ആൻഡോ അഗസ്റ്റിൻ ആ തെളിവ് കൂടി പുറത്തു കൊണ്ടുവന്നാണ്. മനസ്സിലായി? തെളിവ് കൂടി പുറത്തുകൊണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും തെളിവില്ലാത്തതുകൊണ്ടാണ് പറയാതിരുന്നത്. പക്ഷേ എനിക്കൊരു ഊഹമുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ 25 ദിവസം കൊണ്ട് പറ്റുമെങ്കിൽ ഒരു 19 കോടി അല്ലെങ്കിൽ 100 കോടി 150 കോടി 200 കോടിയെ സമാഹരിക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. അത് കേരളത്തിൽ എവിടെയും നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഇപ്പം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഞാനുണ്ട്. ചില സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആ നാട്ടിലുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ വന്ന് രാത്രി 2 മണിക്കൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പണം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കാരണം കാറുകളുടെ നീണ്ട ക്യൂ കാണും. അപ്പോൾ അത്തരത്തിൽ ആളുകൾ ചെയ്യാറുണ്ട്. കാരണം ഭരണത്തിലേറുന്നവനൊന്ന് സുഖിപ്പിച്ച് നിർത്തിയേക്കാം എന്നെല്ലാവരും വിചാരിക്കും. ആ സുഖിപ്പിച്ച് നിർത്തേണ്ട ഒരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് പണം പിരിക്കാനാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഈ 100 സീറ്റുകൾ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് കൂടി ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള കണക്കുകൾ കൂടി കോൺഗ്രസ് പുറത്തു വിടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 5 ജില്ലയുടെ കണക്കുകൾ അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. 5 ജില്ലയുടെ കണക്കുകൾ പുറത്തു വിട്ടില്ല. അല്ല, 5 ജില്ലയെ ക്ലീൻ സ്വീപ്പ് നടത്തുമെന്ന് പുറത്തു 5 വിട്ടിട്ടുണ്ട്. ജില്ലയുടെ ക്ലീൻ സ്വീപ്പ് നടത്തും എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു കണക്കുണ്ട്. ഞാനിത് പറഞ്ഞോട്ടെ. പത്തനംതിട്ട പുള്ളി പറഞ്ഞേക്കണ ജില്ലയാണല്ലോ. പത്തനംതിട്ട ക്ലീൻ സ്വീപ്പ് എന്ന് പറഞ്ഞപ്പോൾ സജി ചെറിയാൻ നോക്കൂ. ചെങ്ങന്നൂര്, കോന്നിയും ചെങ്ങന്നൂരും ഒഴിച്ച് അല്ല, അപ്പൊ അങ്ങനെ ക്ലീൻ സ്വീപ്പ് ആകണം. ആകെ 5 അല്ല, ഒരു കംപ്ലൈന്റ്. ഞാൻ എന്റെ പ്രഡിക്ഷൻ അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ എക്സിസ്റ്റിംഗ് എത്രയാണ് CPM എത്ര സീറ്റുകളാണുള്ളത് പത്തനംതിട്ട ജില്ലയിൽ? പത്തനംതിട്ടയില് ഇപ്പൊ നാല് ഇതല്ലേ? പത്തനംതിട്ടയില് 5-5 സീറ്റ് ഉണ്ട്. 5-5 LDF-നാണ്. അത് 1-4 എന്നുള്ള രീതി വന്നു കഴിഞ്ഞാൽ ഒരു ശക്തമായ തിരിച്ചടിയല്ലേ CPM-ന്? അപ്പൊ കേട്ടില്ല. അല്ല, അത് 1-4 എന്നുള്ള രീതി 1-4 എന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ എന്റെ പ്രഡിക്ഷനിൽ ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ CPM-ന് എന്ത് കിട്ടും എന്നാണ്. ഒരു 3 സീറ്റുകൾ എന്ത് ചെയ്യാം കിട്ടും എന്നുള്ളതാണ്. 2 സീറ്റുകൾ പോകും, 2 സീറ്റുകൾ UDF-ന് കിട്ടുന്നതാണ്. ഇനി അല്ലെങ്കിൽ തന്നെ വേണമെങ്കിൽ ഓക്കെ ജിനേഷ് കുമാറും താങ്കൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നു വാദത്തിന് വേണ്ടി. 5 സീറ്റുകളുള്ളിടത്ത് ജനേഷ് കുമാറും അതുപോലെ തന്നെ സജി ചെറിയാനും ജയിക്കും, ബാക്കിയുള്ള എല്ലാവരും ജയിക്കും. അതായത് മാത്യു ടി തോമസിനൊക്കെ തോക്കുമെന്നാണ് ഈ പറയണം. മാത്യു ടി തോമസിനൊക്കെ തോക്കുമെന്ന് പറയണം. അത് ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ വിശ്വസിച്ചു. പക്ഷേ ഞാനൊരു കാര്യം പറയണത്, അങ്ങനെ പറയുമ്പോൾ പോലും എങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പാണ് സുഹൃത്തെ? 5 സീറ്റുകളിൽ 2 എണ്ണം വേറൊരാൾ 3 എണ്ണം വേറൊരാൾ പിടിക്കുമ്പോൾ എങ്ങനെ ക്ലീൻ സ്വീപ്പാണ്? ക്ലീൻ സ്വീപ്പ് അല്ല, അത്രേ ഉള്ളൂ. ഒരു ജില്ലയുടെ കാര്യം ഇപ്പോൾ പറയുള്ളൂ. ഇനി വേറെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ എറണാകുളം ക്ലീൻ സ്വീപ്പ് ആയിരിക്കും എന്നാണ്. അതായത് പി രാജീവ് തോക്കും, പിന്നെ മറ്റേ എന്താണ് കൊച്ചിയിൽ തോക്കും. മലപ്പുറം കൊച്ചി നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യണം കേട്ടോ. അതവിടെ വെക്കണം. കൊച്ചി തോക്കും. മലപ്പുറത്ത് ക്ലീൻ സ്വീപ്പായിരിക്കും. അപ്പോഴും 2 എണ്ണം മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം പൊന്നാനി അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്, KT ജലീലിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി അത് പോയാൽ പോലും 15-1 ആയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടും. ഇടുക്കിയിലൊന്നും ക്ലീൻ സ്വീപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ക്ലീൻ സ്വീപ്പ് എന്ന് പുള്ളി പറഞ്ഞത് തന്നെ അബദ്ധമാണ്. അത് വെറുതെ അബദ്ധമാണ്. പിന്നെ പുള്ളി അതിന് കണക്കൊന്നും പറഞ്ഞില്ല. പുള്ളി ഒരു 5 എണ്ണത്തിന്റെ കാര്യം പറഞ്ഞാൽ അവിടെയൊക്കെ ക്ലീൻ സ്വീപ്പ് ആയിരിക്കും എന്ന് തോന്നി. സ്വാഭാവികമായിട്ടും മറ്റേ ഇതിന് പിൻബലമേകേണ്ട, പണം പിരിക്കാനുള്ള പിൻബലമേകേണ്ട ഒരു ചെറിയ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ.